എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നിമിഷം ഈ വാക്കുകൾ നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് ഒരു യാദൃശ്ചികതയല്ല. കോടിക്കണക്കിന് ആളുകൾ അധിവസിക്കുന്ന ഈ ഭൂമിയിൽ കൃത്യമായി നിങ്ങൾ ഈ സന്ദർഭത്തിൽ ഈ സന്ദേശം കേൾക്കാൻ ഇടയാകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രപഞ്ചത്തിൻ്റെ വലിയൊരു പദ്ധതിയുണ്ട്. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനകൾ ആരും കേൾക്കുന്നില്ലേ എന്ന്. എന്നാൽ സത്യമതല്ല. നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് പ്രപഞ്ചനാഥനായ ശിവഭഗവാന്റെയോ അല്ലെങ്കിൽ ആ പരമമായ ചൈതന്യത്തിൻ്റെയോ നേരിട്ടുള്ള ശ്രദ്ധ നിങ്ങളിൽ പതിഞ്ഞതുകൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കഠിനമായ പരീക്ഷണഘട്ടങ്ങൾ അവസാനിക്കാറായിരിക്കുന്നു. ഒരു വലിയ മാറ്റത്തിൻ്റെ ഉമ്മറപ്പടിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ഈ വാക്കുകൾ കേട്ട് തീരുമ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിലെ ഭയവും ആശങ്കകളും മാറി ഒരു പുതിയ പ്രകാശം നിറയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അതിനാൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് തുറന്ന മനസ്സോടെ ഈ വീഡിയോ കേൾക്കുക. കഴിഞ്ഞ കുറേ കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾ, സാമ്പത്തിക തകർച്ചകൾ, ബന്ധങ്ങളിലെ വിള്ളലുകൾ, ഇതെല്ലാം നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളെ വരാനിരിക്കുന്ന വലിയൊരു വിജയത്തിനായി പാകപ്പെടുത്താനായിരുന്നു. ഒരു ശില്പം മനോഹരമാകണമെങ്കിൽ അതിൽ ഉളിയേറ് ഏൽക്കേണ്ടതുണ്ട്. അതുപോലെ നിങ്ങളുടെ ആത്മാവിനെ കൂടുതൽ ശക്തമാക്കാൻ പ്രപഞ്ചം നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പലപ്പോഴും നിങ്ങൾ തോറ്റുപോയി എന്ന് വിചാരിച്ചു, എനിക്ക് ഭാഗ്യമേ ഇല്ല എന്ന് സ്വയം പഴിച്ചു. എന്നാൽ വിധി നിങ്ങളെ തയ്യാർ ചെയ്യുകയായിരുന്നു എന്നതാണ് സത്യം. ഓരോ തടസ്സങ്ങളും ഓരോ വേദനയും നിങ്ങളെ ധൈര്യശാലിയാക്കി മാറ്റി. ഇപ്പോൾ നിങ്ങൾ ആർക്കും തകർക്കാൻ കഴിയാത്ത വിധം കരുത്തനായിരിക്കുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ടുമാറി പ്രകാശം വരാൻ പോകുന്നു. ലോകം നിങ്ങളെ ഒരുപക്ഷെ ബലഹീനർ എന്ന് വിളിച്ചിട്ടുണ്ടാകാം. സാഹചര്യങ്ങൾ നിങ്ങളെ തളർത്തിയിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് നിങ്ങളുടെ ആത്മാവ് ഉണരാൻ തുടങ്ങിയിരിക്കുന്നു. മറ്റുള്ളവർക്ക് ഈ സത്യം മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അവരുടെ ആത്മാവ് ഈ ജ്ഞാനം ഉൾക്കൊള്ളാൻ മാത്രം പക്വമായിട്ടില്ല. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളെ അംഗീകരിക്കുന്ന കാലം വരുന്നു. നിങ്ങൾ ഉപേക്ഷിച്ച സ്വപ്നങ്ങൾ പോലും ഇപ്പോൾ സഫലമാകാൻ തുടങ്ങും. പ്രപഞ്ചം നിങ്ങൾക്ക് ചില അടയാളങ്ങൾ തരുന്നുണ്ടാകാം. ചിലപ്പോൾ ചില നമ്പറുകൾ. ഉദാഹരണത്തിന് 444, 777, 111 ഇങ്ങനെ തുടങ്ങിയ നമ്പറുകൾ വീണ്ടും വീണ്ടും കാണുന്നത്, അല്ലെങ്കിൽ അപരിചിതരുടെ വാക്കുകൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി മാറുന്നത്, ഇതൊന്നും സാധാരണ സംഭവങ്ങളല്ല. ഇവയെല്ലാം പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്ന രീതികളാണ്. പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിൽ 3 പ്രധാന മേഖലകളിൽ മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ്. ആദ്യത്തേത് സാമ്പത്തിക ഉയർച്ചയാണ്. അടഞ്ഞുകിടന്ന വാതിലുകൾ തുറക്കപ്പെടും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് സഹായങ്ങളും അവസരങ്ങളും നിങ്ങളെ തേടിയെത്തും. അതുപോലെ തന്നെ അടുത്തത് ബന്ധങ്ങളിലെ ഐക്യമാണ്. നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയവർ, നിങ്ങളിൽ നിന്ന് അകന്നു പോയവർ എന്നിവർ തിരികെ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും. സ്നേഹവും സമാധാനവും നിറഞ്ഞ ബന്ധങ്ങൾ എന്നും ഉണ്ടാകും. അടുത്തത് ആന്തരിക സമാധാനമാണ്. പല വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരുതരം ശാന്തത നിങ്ങളുടെ മനസ്സിൽ നിറയും. ഭയത്തിന് പകരം ആത്മവിശ്വാസം വരും. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും എന്ന് പ്രപഞ്ചം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, ചില കർമ്മ പദ്ധതികൾ. ഈ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കാൻ നിങ്ങൾ 3 കാര്യങ്ങൾ ശീലിക്കേണ്ടതായിട്ടുണ്ട്. മുൻപും വീഡിയോയിൽ ഞാൻ പരാമർശിച്ചതുപോലെ തന്നെയുള്ള ചില കാര്യങ്ങൾ.
നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡ്. ഓരോ പ്രഭാതത്തിലും രാത്രിയിലും എൻ്റെ വിധിയെ മാറ്റിയതിന് നന്ദി എന്ന് പ്രപഞ്ചത്തോട് പറയുക. ഓരോ ദിവസവും നിങ്ങൾക്ക് നൽകുന്നത് പ്രപഞ്ചമാണ്, അതിന് നന്ദി പറയുക. നന്ദിയുള്ള ഹൃദയത്തിലേക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ഒഴുകിയെത്തും. പോസിറ്റീവ് ചിന്തകളായിരിക്കണം നിങ്ങൾക്കുണ്ടാവേണ്ടത്. നിങ്ങൾ ഭാഗ്യശാലിയാണെന്ന് സ്വയം വിശ്വസിക്കുക. സങ്കടം തോന്നുമ്പോൾ പ്രപഞ്ചനാഥൻ എന്നോടൊപ്പമുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുക. നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശ്വാസം പ്രപഞ്ചവുമായുള്ള നിങ്ങളുടെ ബന്ധമാണ്. ധ്യാനം ഒരു ശീലമാക്കുക. ആ സാന്നിധ്യത്തെ ഉള്ളിൽ അനുഭവിക്കുക. ഒരു അമ്പ് ദൂരേക്ക് പായണമെങ്കിൽ അതിനെ അത്രയും പുറകിലേക്ക് വലിക്കണം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ആ അമ്പ് പോലെയാണ്. ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച പിന്നോക്കാവസ്ഥ നിങ്ങൾ കുതിച്ചു ചാടാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. നഷ്ടപ്പെട്ട അവസരങ്ങളെ ഓർത്ത് ഇനി കരയരുത്. നിങ്ങൾക്കൊപ്പം അന്ന് ചിലർ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ആത്മീയ പാതയിൽ എത്തിച്ചേരുമായിരുന്നില്ല. പ്രപഞ്ചം ചിലരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നത് നിങ്ങൾക്ക് അർഹമായത് നൽകാനാണ്. നിങ്ങളുടെ ഓരോ തുള്ളി കണ്ണുനീരും പ്രപഞ്ചം കണക്കിലെടുത്തിട്ടുണ്ട്. അതിനുള്ള ഫലം 10 മടങ്ങായി തിരികെ ലഭിക്കാൻ പോകുന്നു. ഒരു സുവർണ കാലഘട്ടത്തിൻ്റെ തുടക്കമാണ് ഇനിയുണ്ടാകാൻ പോകുന്നത്. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ സുവർണ കാലം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ ജപിച്ച പ്രാർത്ഥനകൾക്കും നിങ്ങൾ ഒഴുകിയ കണ്ണുനീരിനും ഉത്തരമായി ഈ സന്ദേശം സ്വീകരിക്കുക. നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല, മറിച്ച് ഒരു വലിയ ലക്ഷ്യത്തിനായി പ്രപഞ്ചം തിരഞ്ഞെടുത്ത വിശിഷ്ട ആത്മാവാണ്. വിശ്വാസത്തോടെ മുന്നേറുക. പ്രപഞ്ചം നിങ്ങളുടെ കൈ പിടിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം പുതിയ പ്രകാശത്തോടെ പ്രകാശിക്കും. ഭയമില്ലാതെ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നടന്നു തുടങ്ങുക. സർവ്വവിജയങ്ങളും നിങ്ങളെ തേടിയെത്തും. ഈ പ്രപഞ്ചത്തെ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. വിധി നിങ്ങൾക്കായി ഒരു പുതിയ അധ്യായം എഴുതി കഴിഞ്ഞു. ഓരോ ദിവസവും നിങ്ങൾക്ക് നൽകിയത് ഓരോ പാഠങ്ങളാണ്. ആ പാഠങ്ങൾ നിങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. ആരുടെ മുൻപിലും തോൽക്കാൻ ഇനി നിങ്ങളെ കിട്ടില്ല. നിങ്ങൾ മുന്നോട്ടാണ് കുതിക്കാൻ പോകുന്നത്. ശാന്തമായ മനസ്സോടുകൂടി പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് എന്നും ശിവഭഗവാനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അതല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്രപഞ്ചശക്തിയിലാണോ വിശ്വസിക്കുന്നത് അത് നിങ്ങൾ വിശ്വസിക്കുക. ഏതൊരു കാര്യത്തിനും നിങ്ങളുടെ ആഗ്രഹം സഫലമാകാനും നിങ്ങളിലേക്ക് സമ്പത്തും സൗഭാഗ്യവും വന്നു ചേരാനും എല്ലാ കാര്യങ്ങൾക്കും വിശ്വാസം കൂടിയേ തീരൂ. വിശ്വാസമില്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ ഒരു സന്ദേശം കേൾക്കാൻ നിങ്ങൾ ഇടയായത് തന്നെ ഒരു നിമിത്തമാണ്. നിങ്ങളിപ്പോൾ ആ പോസിറ്റീവ് എനർജിയുടെ ഉള്ളിലാണുള്ളത്. നിങ്ങൾക്ക് ചുറ്റും പോസിറ്റീവ് വലയം ശിവഭഗവാൻ തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു നെഗറ്റീവ് എനർജികളും ഇനി നിങ്ങളിലേക്ക് എത്താൻ പ്രയാസപ്പെടും. ആ പോസിറ്റീവ് വലയത്തെ ഭേദിച്ചുകൊണ്ട് ഒരു നെഗറ്റീവ് എനർജിക്കും നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തോട്, പ്രപഞ്ചനാഥനോട്, ശിവഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് ദിവസം തുടങ്ങുക. അതുപോലെ തന്നെ രാത്രി, അതായത് ഒരു ദിവസം അവസാനിക്കുന്ന നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ ആ ഭഗവാനെ വിളിച്ച് നന്ദി പറയുക. ആ ദിവസത്തിന്, അല്ലെങ്കിൽ ആ ദിവസം നിങ്ങൾക്കുണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾക്ക്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നന്ദി പറയുക. ആ കൃതജ്ഞത നിങ്ങളിൽ എന്നും നിലനിൽക്കുമ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് ഐശ്വര്യം പടിപടിയായി കടന്നു വരുന്നത്. വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. പ്രപഞ്ചം, അതുപോലെ തന്നെ ഭഗവാൻ, ശിവഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം പുതിയ പ്രകാശത്തോടെ പ്രകാശിക്കാൻ പോവുകയാണ്. ഭയമില്ലാതെ, ആശങ്കയില്ലാതെ, ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നടന്നു തുടങ്ങുക. സർവ്വ വിജയങ്ങളും നിങ്ങളെ തേടിയെത്തും. യാതൊരു നെഗറ്റീവ് ശക്തിക്കും നിങ്ങളെ തടയാനാകില്ല. ഈ പ്രപഞ്ചത്തെ വിശ്വസിക്കുക. വിധി നിങ്ങൾക്കായി ഒരു പുതിയ അധ്യായം എഴുതി കഴിഞ്ഞിരിക്കുന്നു.
ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിയത് ഒരു നിമിത്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമ്പത്തും വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.